Hi friends, welcome to Jen's Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റെഡ് ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചുരിദാറിൻ്റെ ഈ ഒരു ഷോള് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ്. ഇതിനായിട്ട് ഞാൻ 1 മീറ്റർ തുണിയാണ് ഷോളിനായിട്ട് മേടിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ ബാക്കി വന്നത് വെച്ചും ഒക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ നെക്കിന് വെച്ച പോർഷൻ്റെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഒരു ഷോളാണ് റെഡിയാക്കാൻ പോകുന്നത്. ഷോളിന് ഞാനിപ്പോൾ ഇതൊരു 1 മീറ്റർ തുണിയാണ് ഈ ഒരു നെറ്റിൻ്റെ പീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ ഞാനിപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്, ഇവിടെ ഫോൾഡിങ്ങോടുകൂടി. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു സൈഡിൽ ഇതിൻ്റെ സ്കാലപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഹാഫായിട്ട് ഈ ഫോൾഡിങ്ങിൻ്റെ അതിലൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് 2ആയിട്ട്. ഇപ്പം നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഈ സ്കാലപ്പുകൾ ഒരുമിച്ച് വരുന്ന പോലെ പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് തമ്മിൽ ലെങ്ത് കൂട്ടുകയാണ് നമ്മൾ. ഓക്കെ, ഇപ്പം നമ്മൾ സെൻറ്റർ ജോയിൻ ചെയ്ത് എടുത്തു. എന്നിട്ട് നമ്മളിനി ഈ ഒരു സ്കാലപ്പിൻ്റെ പോർഷൻ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് 2 സൈഡും, ഈ ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ടോപ്പിൻ്റെ ബോഡി പാർട്ട് റോസ് സിൽക്കിൻ്റെ പീസ് ജോയിൻ ചെയ്യാൻ പോവാണ്. അത് നമ്മളിപ്പോൾ 5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഇവിടെ ഒരു പീസ് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തും നമ്മൾ ഈ സ്കാലപ്പ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഈ ഒരു പീസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഷോളിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്കാലപ്പിനെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയതാണിത്. ഇത് 2.5 ഇഞ്ച് വിട്താണ് ഉള്ളത്. ഇതുപോലെ തന്നെ ഞാൻ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തു. കാരണം ഇതെൻ്റെ കയ്യിൽ ഇതിൻ്റെ ബോർഡർ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇതേ അളവിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോൾ നമ്മൾ ഷോളിൻ്റെ 4 സൈഡും വെച്ചു കൊടുക്കുകയാണ്. അതിനു മുന്നേ തന്നെ നമ്മൾ ഷോളിൻ്റെ ഇത്തിരി കൂടി ലെങ്ത് കൂട്ടാനായിട്ട് നമ്മൾ ഈ കട്ട് വർക്കിൻ്റെ പീസ് അടിവശത്ത് 2 അറ്റത്തും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. അതായത് നമ്മൾ ഈ ഷോളിൻ്റെ 2 സൈഡിലും റോസ് സിൽക്കിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിവശത്ത് 2 സൈഡിലും ഈ കട്ട് വർക്കിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു തുമ്പത്ത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ 1 മീറ്ററിൻ്റെ തുണിയാണ് 2 ഹാഫായിട്ട് മുറിച്ചത്. അപ്പം 2 മീറ്റർ ഇപ്പോൾ ഷോളിനുള്ളൂ. അപ്പം ഇതുകൂടി വരുമ്പോഴത്തേക്കും 2.25 വന്നോളും. ഇതിപ്പോൾ ഞാൻ ഈ കട്ട് വർക്കിൻ്റെ പീസിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഷോളിൻ്റെ 2 അറ്റത്തും കട്ട് വർക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തു. ഉണ്ടോ? ഇനി നമ്മൾ ഈ ഒരു ബോർഡറിൻ്റെ പീസ്, സ്കാലപ്പ് പോലെ വരുന്ന ആ ഒരു ബോർഡറിൻ്റെ പീസ് 4 സൈഡിലും ചുറ്റിനും വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വരുന്ന രീതിയിൽ താഴെയും സൈഡുകളിലും വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഷോളിൻ്റെ പണി കഴിഞ്ഞു. വേണ്ടോ, കറക്റ്റ് ഷോളിൻ്റെ ആ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.